തക്കാളി നമുക്ക് ആവിയിലൊന്ന് വേവിക്കണം. വെള്ളം അടുപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച്, അല്ലെങ്കിൽ സ്റ്റീമറി വെച്ചാലും മതി. ഒരു 2 മിനിറ്റ് ആവി കയറിയാൽ മതി. അത് നമുക്ക് തക്കാളിയുടെ തൊലി ഒന്ന് കളയണം, അതിന് വേണ്ടിയാണ്. ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റാം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഒരു സവാളയും കൂടെ ഒരു 5-10 മിനിറ്റ് ഇരുന്നാൽ മതി. ഇത് സാധാരണ ഞാൻ സ്പെയിനിൽ ചെന്നപ്പോൾ കഴിച്ചാൽ സാധാരണ അവർ ചുമ്മാ ഗ്രേറ്റ് ചെയ്തിടുക തക്കാളി പച്ചയ്ക്ക്. അപ്പോൾ ആ പച്ച മണം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പച്ചയ്ക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് വേവും. ആ തൊലി കളഞ്ഞാൽ മതി. ഇപ്പം ഇത് ആവി വന്നത്, ആവി വന്നാൽ തൊലി ഇളകുന്ന പോലെ ആയി. അത്രയും മതി. ഒന്ന് അടച്ചുകൂടെ വെച്ചാൽ എളുപ്പമാകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിങ്ങെടുത്ത് തൊലിയൊക്കെ കളയാം. ചെറിയ ചൂടുണ്ട്. ഇതിപ്പോൾ തൊലി എളുപ്പം ഇനി പോരും. അപ്പോൾ ഇത് തൊലി കളഞ്ഞു. ഇത് രണ്ടും നമുക്ക് അരിഞ്ഞു വെച്ചാൽ മതി. തക്കാളി നമുക്ക് ഒന്ന് അടിച്ചെടുക്കുന്ന നല്ല മിക്സിയിൽ ഇട്ടിട്ട്, മിക്സിയിലോ ചോപ്പറിലോ. പച്ചമുളക് അരിഞ്ഞു വിടാം. ചോപ്പറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാലും കുഴപ്പമില്ല. ഒരുപാടങ്ങ് പ്യൂരി ആക്കണം എന്നില്ല. ഇപ്പം ഇതേപോലെ ആകാവുള്ളൂ, ഒരുപാട് വെള്ളമായിട്ടരുത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കർ എടുക്കാം. അല്ലെങ്കിൽ സ്റ്റൗവിൽ ടോസ്റ്ററിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാൻ സാൻഡ്വിച്ച് മേക്കറിലാണ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്ത് സാൻഡ്വിച്ച് മേക്കർ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. അവർ തക്കാളി ഇട്ടിട്ട ഉപ്പ് പ്രത്യേകം മേളി വെതറാൻ നമുക്ക് കൊണ്ടുവെക്കും. ഞാനിതിപ്പോൾ തക്കാളിക്കകത്ത് തന്നെ ഉപ്പിടും. ഇനി 2 കുരുമുളക് പൊടി ഇടണം.
ഇനി സ്വല്പം ഒലിവ് ഓയിൽ. വീണ്ടും നമുക്ക് മേളിൽ കുറച്ചും കൂടെ തക്കാളി ഇടാം. അടുത്ത ബ്രെഡേ കൂടെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഇതിനൊപ്പം നമുക്ക് വേണമെങ്കിൽ സോയാ സോസ് ഒഴിച്ച് കഴിക്കാം. ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. നമുക്ക് സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെക്കാം. ഒരു വശമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചുകൂടെ വെക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ച് വെക്കാം. 1-2 മിനിറ്റ്. അത് ഒരുപാട് മൊരിയണം എന്നുള്ളവർക്കാണെങ്കിൽ 2 മിനിറ്റ് വെക്കണം. ഇനി നമുക്ക് നോക്കാം. ഇപ്പം നല്ല പാകമായി. നമുക്കിനി ഇതെടുക്കാം. കുട്ടികൾക്കൊക്കെ എളുപ്പം കൊടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പം കണ്ടോ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല കറമുറ ഇരിക്കും. നല്ല സ്നാക്സാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.